നമുക്ക് ഈ മൂന്നാറിനെയും മറയൂരിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിറപ്പിക്കുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നമുക്ക് എല്ലാവർക്കും അറിയാം. വഴിയാത്രക്കാർക്കൊക്കെ ഒരു പേടി സ്വപ്നവുമാണ് നമ്മുടെ പടയപ്പ. പക്ഷേ ഈ വനമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു ചിത്രരചന ക്യാമ്പ് നടത്തിയായിരുന്നു. ഈ ചിത്രരചനാ മത്സരത്തിൽ പടയപ്പയായിരുന്നു അതിലെ താരം. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് പടയപ്പ. പടയപ്പയോടുള്ള സ്നേഹം മൂന്നാറിലെ കുട്ടികൾ ചിത്രങ്ങളാക്കിയ വിശേഷങ്ങളിലേക്കാണ് ഇനി. മൂന്നാറിലെ പരിസര പ്രദേശങ്ങളിലെയും വനത്തിലെയും നിരത്തിലെയും പേടി സ്വപ്നവും കൗതുകവുമാണ് പടയപ്പ എന്ന കാട്ടാന. ഭീമാകാരനും വലിയ കൊമ്പുകളുമുള്ള പടയപ്പയെ നേരിട്ടോ ചിത്രങ്ങളിലൂടെയോ കണ്ടവർ ആ രൂപം മറക്കില്ല. മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം LP സ്കൂളിലെ 50 വിദ്യാർത്ഥികളാണ് വനംവകുപ്പ് ഒരുക്കിയ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയായിരുന്നു വിഷയം. മിക്ക കുട്ടികൾക്കും പടയപ്പ വിട്ടൊരു മൂന്നാർ ഭംഗിയില്ല. ഈ ആംഗ്ലോ ഇന്ത്യൻ LP സ്കൂളിൽ മൂന്നാർ അവിടെ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. ഏകദേശം 50ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ മൂന്നാറിന്റെ ഭംഗി അതുമായി ബന്ധപ്പെട്ടാൽ പ്രകൃതി സൗന്ദര്യം വരയ്ക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാ കുട്ടികളും വരച്ചപ്പോൾ ഇതിന്റെ ഒരു കോണില് ഈ എല്ലാ ചിത്രങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ഈ ചെറിയ കുട്ടി 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളിൽ പോലും പടയപ്പ ഒരു വികാരമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. കാടിനേക്കാൾ പടയപ്പയ്ക്ക് പ്രിയമെന്നും ജനവാസ മേഖലകളാണ്. ഏതാനും നാളുകളായി ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുവെ ശാന്തനായ പടയപ്പ കുട്ടികളെ പോലും എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്നത് തെളിയിക്കുന്നതായിരുന്നു വനം വകുപ്പ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം. ന്യൂസ് മലയാളം, ഇടുക്കി.